ഹായ് ചിൽഡ്രൻ, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു ചതുരം തന്നിട്ടുണ്ട്. അതിൻ്റെ വശങ്ങൾ എയും ബിയും ആണ്. ഇതിൻ്റെ പരപ്പളവ് കൂട്ടി പരപ്പളവ് മാറാതെ മറ്റൊരു ചതുരം വരക്കണം. അപ്പോൾ എങ്ങനെ വരക്കുക എന്നുള്ളതാണ്. ആ ചതുരം ഞാനൊന്നിങ്ങനെ ഒന്നും കൂടി വരച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി നമുക്കറിയാം, ഇതിൻ്റെ ചതുരത്തിൻ്റെ പരപ്പളവ് മാറാൻ പറ്റില്ലല്ലോ അല്ലേ. അപ്പോൾ ചെയ്യുന്ന ക്രിയ എന്താണെന്ന് വെച്ചാൽ, ഇത് എത്ര കൂട്ടേണ്ടത് അതിവിടെ കൂട്ടുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ പുതുതായി ഉണ്ടാക്കാൻ പോകുന്ന ചതുരത്തിൻ്റെ ഒരു വശമാണ് A+C എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ വശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പുതിയ വശം A+C. വീതി X ആക്കി കിട്ടണം. അപ്പോൾ ആ ചിത്രം ഞാൻ അങ്ങനെ റഫായിട്ട് വരച്ചിട്ടുണ്ട്. ഇങ്ങനെ വരച്ച് നമുക്കറിയാം, ഈ ചതുരത്തിൻ്റെ നീളം വീതിയും ഇങ്ങനെ ഈ ഭാഗം എടുക്കുക. പിന്നെ പുതിയ വശം എന്ന് പറയുന്നത് അടിയിലേക്ക് എടുക്കുക. A+C എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈ വശം വീതി. അപ്പോൾ പഴയ ചതുരത്തിൻ്റെ നീളം വീതി എയും ബിയും ആക്കിയതുകൊണ്ട് പുതിയ വശം A+C. അപ്പോൾ വീതി X ആക്കിങ്ങാണ്ട് നമുക്ക് ഇങ്ങനെ ഒരു അളവുകളിൽ ചതുരം വരക്കാം. ചതുരത്തിൻ്റെ ഒരു അളവ് നീളതാണെങ്കിൽ വീതി ഇത്, മറ്റേ ചതുരത്തിൻ്റെ നീളതാണെങ്കിൽ വീതി ഇത്, അങ്ങനെ മാറ്റി മാറ്റി നമുക്ക് വരക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് A+C പുതിയ ചതുരത്തിൻ്റെ നീളം, അതായത് നമ്മൾ ഉദ്ദേശിക്കണ ഇങ്ങനെയുള്ള പുതിയ ചതുരം എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടണ പുതിയ ചതുരത്തിൻ്റെ നീളം X എന്നെടുത്തത് നമ്മൾ ഇവിടെ പുതിയ ചതുരത്തിൻ്റെ വീതിയായിട്ട്, എയും ബിയും നമ്മൾ ആദ്യം ഉള്ള സ്റ്റാർട്ടിങ്ങിലുള്ള ചതുരത്തിൻ്റെ നീളം വീതിയായിട്ട്, അതായത് ഇവിടെ ബ്രാക്കറ്റിലും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാൻ വേണ്ടി നമ്മളിങ്ങനെ ചേർത്തു എന്നുള്ളൂ, പഴയ ചതുരത്തിൻ്റേതാണെന്നുള്ളതിന്. അപ്പോൾ ആദ്യം ഇങ്ങനെ ചതുരത്തിൻ്റെ വശം ബി ഇടത്തോട്ടും A+C നീളം താഴോട്ടും നീട്ടുക. അതായത് നമ്മൾ പുതുതായി ഉണ്ടാക്കാൻ പോകുന്ന ഈ ചതുരല്ലേ, ആദ്യത്തെ ചതുരത്തിൻ്റെ നീളം A അവിടെ കൊടുത്തു. ഇവിടെ ചതുരം വരയ്ക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഈ വശം ഇങ്ങോട്ട് ഇടത്തോട്ടും പിന്നെ ഈ വശം ഇങ്ങോട്ട് കീഴ്പോട്ടും കൊടുക്കാനാണ്. അപ്പോൾ നമ്മളൊന്ന് വരച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയുകയാണ്. ഈ നീളം വീതിയായിട്ട് ഞാനൊരു ചതുരം വരച്ചു അല്ലേ, ഈ എയും ബിയും ആയിട്ടൊരു ചതുരം വരച്ചു എന്ന് വിചാരിക്കുക. ഈ വീതി, അതായത് ഇതിൻ്റെ മറ്റേ പുതിയ ചതുരത്തിൻ്റെ A+C എന്ന് പറഞ്ഞ നീളത്തിന് A ഓൾറെഡി ഇവിടെ ഉണ്ട്, കുറച്ചും കൂടി കൂട്ടണം എന്നർത്ഥം. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നീട്ടി. പിന്നെ ഈ ബി എന്ന വശം ഇവിടേക്ക് ഒരു ശാപം കൊടുത്ത് അങ്ങനെയും കിട്ടുമല്ലോ അല്ലേ. ഈ അളവ് തന്നെയാണ്, ഈ അളവ് എത്ര വെച്ചാൽ ആ അളവിൽ നമ്മൾ ഇങ്ങോട്ട് കൊടുക്കുക, ചാപം വരയ്ക്കുക. ഇത് രണ്ടും ഈക്വലായി. പുതിയ ചതുരം ഉണ്ടാക്കുന്നതിൻ്റെ അളവ് എങ്ങനെ വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും ഒരേ അളവാക്കി എടുക്കുക. പിന്നെ അപ്പോൾ എന്ത് കിട്ടിയത്? ഈ അളവ് ഇങ്ങോട്ട് എടുത്തു, ഈ അളവ് കീഴ്പോട്ടു കേട്ടോ. ഇങ്ങനെ നമ്മൾ വരച്ചതിന് ശേഷം ഇപ്പം ഞാൻ 3 കുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം ഈ ചിത്രത്തിൽ 3 കുത്തുകളിൽ കൂടിയുള്ള വൃത്തം വരക്കണം. 3 കുത്തുകളിൽ കൂടി കടന്നു പോകുന്ന വൃത്തം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താണ്? പരിവൃത്തമാണല്ലോ അല്ലേ. അപ്പോൾ പരിവൃത്തം വരയ്ക്കുക. പരിവൃത്തം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് യോജിപ്പിക്കുക, ഇതിൻ്റെ ലംബ സമവാജി വരയ്ക്കുക, ഇതിൻ്റെ ലംബ സമവാജി വരയ്ക്കുക അല്ലേ. കൂട്ടിമുട്ടുന്ന പോയിൻ്റ് ആയിരിക്കും വൃത്തത്തിൻ്റെ കേന്ദ്രം. കോമ്പസ് അവിടെ വെച്ചിട്ട് ഏതെങ്കിലും ഈ 3 പോയിന്റിൽ എവിടെയെങ്കിലും വെച്ചിട്ട് വൃത്തം വരയ്ക്കുക എന്നുള്ളത് നമുക്കറിയാം. റഫായിട്ടൊന്ന് വരച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് മെയിനായി വരച്ചുതരാം. ഇതാണ് ഇപ്പോൾ റഫായിട്ടൊന്ന് വരച്ചിട്ടുള്ളത്. ഞാൻ AB എന്ന് പറഞ്ഞ ചതുരം വരച്ചു. കൂട്ടിക്കൊടുക്കേണ്ട അളവ് C കൊടുത്തു. ഓക്കെ, ഈ വശം എത്ര വെച്ചാൽ അതിനെ, അതായത് ഈ ചതുരത്തിൻ്റെ വീതി വശമാക്കി ഇങ്ങോട്ട് നീട്ടിക്കൊടുത്തു. പിന്നെ നമ്മൾ എന്താ ചെയ്തത്? ഈ 3 പോയിൻ്റ് യോജിപ്പിച്ചു. ഇതിൻ്റെ ലംബ സമവാജി അഥവാ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു, ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. ഞാൻ പിന്നെ വായിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ അവിടെ നിന്ന് വിചാരിച്ചു അവിടെ നിൽക്കട്ടെ വിചാരിച്ചു, നിങ്ങൾക്ക് അറിയാൻ വേണ്ടി അവിടെ കാണട്ടെ കേട്ടോ. അപ്പോൾ അങ്ങനെ വരച്ചു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? കേന്ദ്രം കിട്ടുമല്ലോ അല്ലേ. ലംബ സമവാജി വരയ്ക്കുമ്പോൾ കേന്ദ്രം കിട്ടും. ഈ പോയിൻ്റ് കൂട്ടിമുട്ടുന്ന പോയിൻ്റ് ആയിരിക്കും കേന്ദ്രം. ഈ ലംബ സമവാജി വരക്കണം കേട്ടോ. അത് നിങ്ങൾക്ക് അറിയണം, ലംബ സമവാജി പറഞ്ഞാൽ ഇവിടെ 90 ഡിഗ്രി ആണ് കേട്ടോ. എന്നിട്ട് ഇത് കേന്ദ്രമാക്കി കോമ്പസ് ഇവിടെ കുത്തി നമുക്ക് എന്തെടുക്കാം? വൃത്തം വരക്കാം. ഇവിടെ പേനയും പെൻസിലും വെച്ചിട്ട് നമുക്ക് വരക്കാവുന്നുള്ളൂ. അപ്പോൾ ഞാൻ താഴെ ഇതെങ്ങനെ വരക്കുക എന്നുള്ളത് കാണിക്കാം കേട്ടോ. നോട്ട്ബുക്ക് എടുത്ത് ഒപ്പം വരക്കുക കേട്ടോ. ചെയ്യാൻ പോകുന്നത്
എക്സാമ്പിളായിട്ട് ഞാനൊരു 3 അല്ലെങ്കിൽ 5 സെൻറ്റിമീറ്റർ എടുക്കാം അല്ലേ. 5 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരം വരയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെ 3 കൊടുക്കണം. നമുക്കറിയാം 90 ഡിഗ്രി പ്രൊട്രാക്ടറൊക്കെ വെച്ച് വരക്കണം, അല്ലെങ്കിൽ സ്കെയിലിൽ തന്നെ തെറ്റൂല എന്നുണ്ടെങ്കിൽ അങ്ങനെ വരയ്ക്കാം. എങ്ങനെയാണ് ചതുരം വരയ്ക്കുക എന്നുള്ളത് അറിയില്ലെങ്കിൽ ഞാൻ നോക്കാം. 90 ഡിഗ്രി എടുക്കുക, പെൻസിലുകൊണ്ട് വരക്കൊണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ നീട്ടി വരച്ച് 3 സെൻറ്റിമീറ്റർ ഒക്കെ എടുത്ത് ആർക്കൊക്കെ വരച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അവിടെ സ്കെയിൽ വെച്ചിട്ട് 90 ഡിഗ്രി എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ എടുക്കുന്നത്. ഇവിടെയും പ്രൊട്രാക്ടർ വെച്ചിട്ട് എടുക്കണം. അങ്ങനെ നീട്ടി വരച്ചതിന് ശേഷം ചതുരം വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ തൽക്കാലം എടുത്തിരിക്കുന്നത് 3, ഇത് 5, ഇത് 3 കേട്ടോ. ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് 1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ കൂട്ടണം വിചാരിച്ചു. ഞാൻ 2 സെൻറ്റിമീറ്റർ കൂട്ടാമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ ഇവിടുന്ന് തന്നെ കൂട്ടി കൊടുക്കട്ടോ. അങ്ങനെ കൂട്ടി ഇപ്പം 2 സെൻറ്റിമീറ്റർ കൂട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ 2 സെൻറ്റിമീറ്റർ കൂട്ടിയ ഈ 7 സെൻറ്റിമീറ്റർ നമുക്ക് താഴെ വേണ്ട. അപ്പോൾ ഇതാണ് പുതിയ, അതായത് നമ്മളിപ്പോൾ 5 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്ററുള്ള ചതുരത്തിൻ്റെ പരപ്പളവ് നമുക്കറിയാം. ഇത് 2 ഗുണിച്ചാൽ 15 ആണെന്നില്ലേ. അപ്പോൾ അതേ പരപ്പളവുള്ള വേറൊരു ചതുരം ഉണ്ടാക്കണം. ചിലപ്പോൾ നിങ്ങളോട് എക്സാമിന് ചോദിക്കുക 7 സെൻറ്റിമീറ്റർ നീളാവണം എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ 2 കൂട്ടി കേട്ടോ. ഞാൻ ഇപ്പോൾ തൽക്കാലം അളവൊന്നും പറയാത്ത സ്ഥിതിക്ക് 2 കൂട്ടുക. ആ സിക്ക് പകരം ഞാൻ 2 എന്നേ വിചാരിക്കണുള്ളൂ. നമ്മൾ ചെയ്യേണ്ടത് ഇത് 7 ആണല്ലോ അല്ലേ, 2 കൂടി കൂട്ടി 7 ആണ്. അപ്പോൾ ആദ്യം ചെയ്യുന്നത് ഞാൻ ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുക. എന്നിട്ട് ഇത് 7 സെൻറ്റിമീറ്റർ എടുത്ത്, അല്ലെങ്കിൽ മേലെ തന്നെ 7 സെൻറ്റിമീറ്റർ കറക്റ്റ് കുത്തനെ എടുക്കണം, 90 ഡിഗ്രി എടുക്കണം. ഇത് 7 ആയതുകൊണ്ട് ഇങ്ങോട്ടും 7 എടുത്തു. ഇത് ഇങ്ങനെ വരച്ചു. പിന്നെ ചെയ്യണത് ഇത് നീട്ടി കൊടുക്കുക. ഇത് 3 ആണ്. ഇത് സ്കെയില് ചാവ വരക്കണം എന്നൊന്നുമില്ല, നമുക്ക് 3 സെൻറ്റിമീറ്റർ എടുക്കാവുന്നതേ ഉള്ളൂ. എന്നിരുന്നാലും ഞാൻ എങ്ങനെ വരച്ചു 3. ഇനി ടെക്സ്റ്റിൽ അങ്ങനെ ചിത്രമൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഇടങ്ങാറാവുന്നുണ്ട്. ഇങ്ങനെ ടെക്സ്റ്റിൽ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ, ഇങ്ങനെയാണ് വരയ്ക്കുന്നത് അത്. അപ്പോൾ അങ്ങനെ എടുത്തു. ഇനി നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ ഇത് 7 കിട്ടിയില്ലല്ലേ ടെക്സ്റ്റിൽ, അതേപോലെ ഇങ്ങനെ എടുത്തിട്ട് ചാപമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ചാപം വരക്കണൊക്കെ പറയണത്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ചാപം വരക്കുക എന്നുള്ള അർത്ഥത്തിൽ ഞാൻ കുത്തിട്ടുള്ളൂ, നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ 3 പോയിൻ്റ് മാർക്ക് ചെയ്യുക. ഇത് യോജിപ്പിച്ച് പരിവൃത്തം വരക്കണം. ഈ പോയിൻ്റൊക്കെ ഞാൻ വല്ലാതെ കട്ടി കൂട്ടിയിട്ട്, പക്ഷെ നിങ്ങൾ മെല്ലെ നൈസാക്കി ഇട്ടാൽ മതി കേട്ടോ. ഇതിൻ്റെ ഈ 3 പോയിൻറ്റിലൂടെ കടന്നു പോകുന്ന ഈ ത്രികോണമല്ലേ, അതിൻ്റെ പരിവൃത്തം വരക്കണം. ആ ത്രികോണത്തിൻ്റെ പരിവൃത്തം. അപ്പോൾ നമുക്കറിയാം, 3/4 ഭാഗം എടുത്തിട്ട് ചാപം വരയ്ക്കുക. ഓക്കെ, ഇവിടെയും 3/4 ഭാഗം എടുത്ത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ അഥവാ ലംബ സമഭാജി എന്നൊക്കെ പറഞ്ഞാൽ 3/4 ഭാഗം എടുത്ത് വരക്കണം കേട്ടോ. പകുതി കൂടുതലിനെ ഉദ്ദേശിക്കണുള്ളൂ. നിങ്ങളൊരു മനസ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് 3/4 ഭാഗം എന്ന് പറയണത്. ഓക്കെ, ഇനി ഇത് രണ്ടും തട്ടണ വിധത്തിൽ വരക്കണം കേട്ടോ. ഈ പോയിൻ്റാണ് കൂട്ടിമുട്ടണ പോയിൻ്റ്. അവിടെ വെച്ചു ഇവിടെ ഏതെങ്കിലും പോയിന്റിൽ യോജിപ്പിക്കുക. ഓക്കെ, നമുക്കറിയാം. ഇനി നമുക്ക് ഇതിന് എന്തെങ്കിലും മനസ്സിലായത്, ഈ വൃത്തത്തിലല്ലേ
നമ്മളാണ് എ ബി ഇങ്ങനെ ഇങ്ങനെ പഠിച്ചില്ലേ, ഇതേ ഇൻറ്റു ഇത്. അപ്പോൾ ഇതേ എന്നറിയുന്ന ആളാണ് എന്ത് 2. അപ്പോൾ നമ്മുടെ ചതുരത്തിൻ്റെ നീളം സോറി ഇത് 3ആണല്ലോ അല്ലേ, ഇത് 3. അപ്പോൾ ഇതിൻ്റെ പരപ്പളവ് 5x3 ചതുരത്തിൻ്റെ. അപ്പോൾ നമ്മൾ പുതുതായി ഉണ്ടാക്കുന്ന ചതുരത്തിൻ്റെ പരപ്പളവ് ഇവിടെ ഇത് 17 ചതുരത്തിൻ്റെ നീളം വീതിയാണ്. അങ്ങനെ 2 അളവ് എടുക്കുക. നമുക്കറിയാം ഇതേ ഇൻറ്റു ഇതേ സമം ഇതേ ഇൻറ്റു ഇതാണ്. അപ്പോൾ എടുക്കണം എന്തായിരിക്കും, ഇത് നീളാക്കി എടുക്കുകയാണെങ്കിൽ ഇത് വീതിയാക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ അളവ് ഇവിടെ ഫിക്സഡ് ആക്കി നിർത്തി. പിന്നെ ബാക്കി അളവ്, അപ്പോൾ ഈ അളവ് 7 സെൻറ്റിമീറ്റർ ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇത് വശാക്കിങ്ങാണ്ട് നമ്മളോട് ചതുരം വരക്കാൻ പറഞ്ഞേ. അപ്പോൾ ഇതാണ് വശമെങ്കിൽ നമുക്ക് ഉദ്ദേശിച്ച എക്സ് ഇപ്പോൾ ഇവിടെ ആരാ, ഇവിടുന്ന് ഇത്രയും അകലാണ് എക്സ്, പുതിയ വീതി എന്ന് പറയുന്നത്, പുതിയ ചതുരത്തിൻ്റെ വീതി. ഇത് വേറെ പല വിധത്തിൽ വരക്കട്ടോ. വേറൊരു ചിത്രത്തിൽ ഞാൻ വേറൊരു വിധം വരച്ച് കാണിച്ചു തരാം, നിങ്ങൾക്ക് ഇഷ്ടമല്ലത് സ്വീകരിക്കട്ടോ. പിന്നെ നമുക്ക് ചതുരാണ്, അപ്പോൾ 90 ഡിഗ്രി വേണമെന്നറിയാമല്ലോ അല്ലേ. ആ പോയിന്റിൽ ലെവൽ ഇത് പിടിക്കുക, കറക്റ്റ് പിടിക്കുക, 90 ഡിഗ്രി എടുക്കുക. അല്ലാതെ നിങ്ങളൊന്നും വേണ്ട. ഇവിടെ തന്നെ നിങ്ങൾക്ക് 7 സെൻറ്റിമീറ്ററാണ് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ നമുക്കറിയാം. നമ്മൾ ചതുരം നിർമ്മിക്കാൻ പറഞ്ഞിരിക്കുന്നത് 7ആണ്. കറക്റ്റ് 7 എടുക്കുക, അല്ലെങ്കിൽ പിന്നെ ചാപം വരക്കുക, എന്താ വെച്ചാൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ 7 എടുത്തു. അളന്ന് നോക്കാം, ആണെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ 7 കോമ്പസിലെടുത്ത് ഒരു ആർക്കൊക്കെ കൊടുക്കുക എന്നുള്ളത്. ഇപ്പോൾ നോക്കിയാൽ നമുക്കറിയാം, എടുക്കണം നമുക്ക് അതിനനുസരിച്ച് കറക്റ്റ് അളവിലെടുക്കുക, യോജിപ്പിക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ പുതുതായി ഉണ്ടാക്കിയ ഈ ചതുരത്തിൻ്റെ പരപ്പളവ് ആദ്യമുള്ള ഈ ചതുരത്തിൻ്റെ പരപ്പളവിന് തുല്യമാണ്. ഓക്കെ, കറക്റ്റ് ഷെയ്ഡൊക്കെ കൊടുക്കും കേട്ടോ. ഷെയ്ഡ് കൊടുക്കണമെന്നൊന്നുമില്ല, എക്സാമിനെ ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ ആദ്യം വരച്ച പച്ച ചതുരത്തിൻ്റെ പരപ്പളവും ഇപ്പോൾ വരച്ച ഓറഞ്ച് ചതുരത്തിൻ്റെ പരപ്പളവും തുല്യമാണ്. ഓക്കെ.